ബാംഗ്ലൂർ നഗരത്തിലെ പ്രശസ്തമായ നൈറ്റ് ക്ലബ് ഡാൻസ് ഫ്ലോറിൽ ഡാൻസ് അരങ്ങേറുന്നുണ്ട്. ഫ്ലോറിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുന്നു. ചില ആൾക്കാരൊക്കെ മദ്യപിച്ചുകൊണ്ട് ഡാൻസ് വീക്ഷിക്കുകയാണ്. ചിലർ മദ്യപിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ചിലർ ക്യാരംസ് കളിക്കുന്നു. ചില പെൺപിള്ളേർ ബോയ് ഫ്രണ്ട്സുമായി ഇഴകിച്ചേർന്ന് ഡാൻസ് കളിക്കുന്നു. എന്നാൽ ഇതിലൊന്നും പെടാതെ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടി സോഫ്റ്റ് ഡ്രിങ്ക്സും കുടിച്ചുകൊണ്ട് ചുറ്റുമുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്തി നിൽക്കുന്ന 2 പേരുണ്ട്. നിച്ചുവും അച്ചുവും, ദ റിയൽ മല്ലു ഗേൾസ്. തങ്ങളുടെ ബാംഗ്ലൂർ ഫ്രണ്ട്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് നിഹാരിക എന്ന നിച്ചുവും അക്ഷര എന്ന അച്ചുവും നൈറ്റ് ക്ലബിലേക്ക് വരുന്നത്. 2 പേരും ബാംഗ്ലൂരിലെ പ്രശസ്തമായ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് ആണ്. അവിടുത്തെ അവരുടെ കോളേജിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു അന്ന്. അത് ആഘോഷിക്കാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങിയതാണ് ഇരുവരും. ആദ്യമായി വന്നതുകൊണ്ടാവാം ഇരുവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അങ്ങനെ ഇരുവരും ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവരുടെ അരികിലേക്ക് 2 പേര് വരുന്നത്. അവർ നിഹാരികയുടെയും അക്ഷരയുടെയും അരികിൽ വന്നിരുന്നു. അതിലൊരുത്തൻ തൻ്റെ കയ്യിലിരിക്കുന്ന വിസ്കി നിഹാരികയ്ക്ക് ഓഫർ ചെയ്തെങ്കിലും അവളത് നിരസിച്ചു. അവന്മാരുടെ ആ ചുവന്ന നോട്ടം ഇരുവർക്കും തീരെ ഇഷ്ടമായില്ല. നിഹാരിക അക്ഷരയോട് അവിടെ നിന്ന് എഴുന്നേക്കാം എന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞ് എഴുന്നേൽക്കാൻ ഒരുങ്ങവെയാണ് നിഹയുടെ കയ്യിലേക്ക് അതിലൊരുത്തൻ കയറി പിടിക്കുന്നത്. ആദ്യം അവൾ കുറച്ച് മയത്തിൽ പിടിവിടാൻ പറഞ്ഞപ്പോൾ അവൻ്റെ വഷളം നോട്ടവും വഷളം സംസാരവും. പിന്നെ നിഹ ഒന്നും നോക്കിയില്ല. അവൻ്റെ കരണം നോക്കി ഒന്ന് കൊടുത്തു. അന്നേരം അവൻ അവളുടെ കഴുത്തിന് പിടിച്ചതും അവൾ തൻ്റെ ഹീൽഡ് ബൂട്ട്സ് കൊണ്ട് അവൻ്റെ അടിനാഭി നോക്കി ഒന്ന് കൊടുത്തതും അവൻ്റെ പിടി അയഞ്ഞു. അവൾ അവനെ പിടിച്ചു തള്ളിയതും അവൻ മുന്നിലെ ടേബിളിനൊപ്പം വൻ ശബ്ദത്തോടെ നിലം പതിച്ചു. അന്നേരം അവിടെ നിശബ്ദത പരന്നു. എല്ലാവരുടെയും ശ്രദ്ധ നിഹയിലേക്കും അക്ഷരയിലേക്കും നീണ്ടു. സംഭവം വഷളായതും നിഹ അക്ഷരയുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് ഓടി. പിന്നാലെ അവരെ പിടിക്കാനായി അടികൊണ്ടവൻ്റെ കൂട്ടത്തിലെ 4-5 പേര് ഓടുകയായിരുന്നു. നിഹയും അക്ഷരയും വന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് ഒരു വണ്ടി കിട്ടുന്നതുവരെ ഓടുക, അത് മാത്രമേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. നിഹ മുന്നും പിന്നും നോക്കാതെ ഒടുവിൽ ഒരാളൊഴിഞ്ഞ കെട്ടിടത്തിന് മുന്നിലെത്തി. അന്നേരമാണ് തൻ്റെ കൂടെ അക്ഷരയില്ലെന്ന കാര്യം അവൾ അറിയുന്നത് പോലും. പിന്നാലെ അവന്മാരുള്ളതുകൊണ്ട് നിഹ രണ്ടും കൽപ്പിച്ച് ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറി. എന്നാൽ അതിനകത്തെ കാഴ്ച കണ്ട് നിഹ പകച്ചുപോയി. ഒരു പോലീസുകാരനെ 2 പേര് ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുന്നു. അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടി കോട്ടും സ്യൂട്ടും ധരിച്ച മറ്റൊരാളെയും കാണാം. അയാൾ പുറംതിരിഞ്ഞു നിൽപ്പായതിനാൽ അവൾ അയാളുടെ മുഖം കണ്ടില്ലായിരുന്നു. ഈശ്വര, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? നിഹ ചിന്തിച്ചു. അടുത്ത നിമിഷം അയാളുടെ ഗണ്ണിലെ ബുള്ളറ്റ് ആ പോലീസുകാരൻ്റെ തലയിലേക്ക് തുളച്ചു കയറിയതും രക്തം പുറത്തേക്ക് ചീറ്റി. ആ കാഴ്ച കണ്ട് നിഹ അറിയാതെ നിലവിളിച്ചു പോയിരുന്നു. അന്നേരമാണ് അവന്മാർ നിഹയെ കാണുന്നത്. അവരുടെ നേതാവ് തിരിഞ്ഞു നോക്കാതെ കൂടെയുള്ളവർക്ക് എന്തോ നിർദ്ദേശം കൊടുത്തതും അവരെ നിഹയുടെ അരികിലേക്ക് നടന്നു നീങ്ങി. നിഹ പിന്നിലോട്ട് ചുവടുകൾ വെച്ച് അവിടെ നിന്ന് പിന്തിരിഞ്ഞു ഓടി. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അക്ഷര അവളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അന്നേരം അതുവഴി വന്ന ഓട്ടോയിൽ ഇരുവരും കയറിയതും നിഹ നടന്ന കാര്യങ്ങളൊക്കെയും അക്ഷരയോട് പറഞ്ഞു. ശേഷം നിഹ ഓട്ടോക്കാരനോട് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറഞ്ഞു. എൻ്റെ നിച്ചു, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഇല്ലെങ്കിലേ നമ്മൾ മറ്റൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. നീ ഇത് വിട്ടേക്ക്. അക്ഷര നിഹയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. അച്ചു, ഒരു പോലീസ് ഓഫീസറെയാണ് ആ ചെകുത്താൻ കൊന്നുകളഞ്ഞ. ഞാൻ അന്നേരം അവിടെ കണ്ടത് എൻ്റെ അനിയേട്ടനെയാണ്. ഞാനൊരു പോലീസുകാരൻ്റെ അനിയത്തിയാ. എന്നെ വളർത്തി വലുതാക്കിയതേ ഒരു പാവം പോലീസുകാരനാ. അന്നും ഇന്നും എനിക്ക് കാക്കിയിട്ടവരോടെ ബഹുമാനവും ആദരവും മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യജീവന് അത്രേ വിലയുള്ളൂ. സോ ഞാനത് കംപ്ലൈൻറ്റ് ചെയ്യും, നിഹ ഉറപ്പിച്ച് പറഞ്ഞു. എടി, അതിന് നിനക്ക് അയാൾ ആരാണെന്നറിയോ? നീ മുഖം പോലും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ നീ കംപ്ലൈൻറ്റ് കൊടുക്കും? അക്ഷര ചോദിച്ചു. കൂടെ ഉണ്ടായ അവന്മാരുടെ മുഖം എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. ഒരു ഫാഷൻ ഡിസൈനറായ എനിക്ക് അവരെ പെട്ടെന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റും. അതുവഴി പോലീസ് ആ റാസ്കലിനെ പിടിച്ചോളും. നിച്ചു, ഇത് വേണോ? അക്ഷര പിന്നെയും അവളെ പിന്തിരിപ്പിക്കാൻ നോക്കി. അച്ചു, നീ ഒന്നും മിണ്ടാതിരിക്ക്. എനിക്കറിയാം എന്ത് വേണമെന്ന്. ആ ചെകുത്താൻ അറിയില്ല ഈ നിഹ ആരാണെന്ന്. റാസ്കൽ. ആ പോലീസുകാരൻ്റെ മുഖത്ത് അന്നേരത്തെ മരണഭയം ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. നിഹ അച്ചുവിനോട് അത് പറഞ്ഞു. ഓട്ടോ ഡ്രൈവറോട് വണ്ടി കുറച്ച് സ്പീഡിൽ വിടാൻ പറഞ്ഞതും അയാൾ ഒന്നും മിണ്ടാതെ വണ്ടി മുന്നോട്ടെടുത്തു. ഓട്ടോ കുറച്ചു ദൂരം പിന്നിട്ടതും ഓട്ടോയ്ക്ക് മുന്നിലായി ഒരു ബലേറോ വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങി വന്ന ഗുണ്ടകളെ കണ്ടതും ഓട്ടോക്കാരൻ വണ്ടിയിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നു. ശേഷം അവരുടെ കൂട്ടത്തിൽ ചെന്ന് നിന്നു. അന്നേരമാണ് ഇരുവർക്കും മനസ്സിലാവുന്നത് ഇത്രയും നേരം തങ്ങൾ സിംഹമടയിൽ ഇരുന്നുകൊണ്ടാണ് സിംഹത്തെ കുറ്റം പറഞ്ഞതെന്ന്.
എടി ഇത് അവന്മാരാ ഞാൻ നേരത്തെ പറഞ്ഞ ഗുണ്ടകൾ. നിഹയത് പറഞ്ഞു തീർന്നില്ല. അക്ഷര നിഹയുടെ കൈയും പിടിച്ച് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. ഒരൊറ്റ ഓട്ടമായിരുന്നു. ഇരുവരും ഓടുന്നത് കണ്ടതും ഗുണ്ടകൾ പിടിക്കാനായി ചെല്ലാനൊരുങ്ങിയപ്പോൾ വണ്ടിക്കകത്ത് നിന്നും വേണ്ട വിട്ടേക്ക് എന്ന ഓർഡർ വന്നു. അവൾ എവിടം വരെ ഓടുന്നേ നോക്കാലോ. വിത്തിൻ 24 hours അവളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസേ എനിക്ക് വേണം. ഇറ്റ്സ് മൈ ഓർഡർ. കാറിനകത്ത് നിന്നുള്ള ബോസിൻ്റെ ഓർഡർ കേട്ട് ഗുണ്ടകൾ സമ്മതം അറിയിച്ചു. നിഹയും അക്ഷരയും പിറ്റേന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു. ഇതാണ് നമ്മുടെ നായിക നിഹാരിക ദാസ്, മരിച്ചുപോയ രാംദാസിൻ്റെയും ഗൗതമിയുടെയും മകൾ. സഹോദരൻ SI അനിരുദ്ധ് ദാസിൻ്റെയും ഏട്ടത്തിയമ്മ രേഷ്മയുടെയും നിഹ എന്ന കുഞ്ഞോൾ. അവരുടെ ഏക മകൻ യാഗ് അനിരുദ്ധന് അവൾ അപ്പയാണ്. ആളിപ്പോൾ 7th പഠിക്കുന്നു. കൂട്ടുകാരിയും കസിനുമായ അക്ഷരയ്ക്ക് ഇവൾ നിച്ചുവാണ്. നിഹ കുഞ്ഞായിരിക്കുമ്പോഴായിരുന്നു അവളുടെ അച്ഛനും അമ്മയും മരിക്കുന്നത്. പിന്നെ അവൾക്കെല്ലാം അവളുടെ അനിയേട്ടനായിരുന്നു. ഒരു സാധാ മിഡിൽ ക്ലാസ് ഫാമിലി, അതാണ് നിഹയുടെ കുടുംബം. എന്നാലും അവളുടെ ഏട്ടൻ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുമായിരുന്നു. അറിയപ്പെടുന്ന ഒരു ഫാഷൻ ഡിസൈനർ ആവുക എന്നതാണ് നിഹയുടെ ആംബിഷൻ. അതിനുവേണ്ടി തന്നെയാണ് ബാംഗ്ലൂരിൽ പോയി ഫാഷൻ ഡിസൈനിൽ PG ചെയ്തത്. നിഹയ്ക്ക് ഡിസൈനിങ്ങിൽ നല്ല കഴിവുണ്ട്. നല്ലൊരു ഡിസൈനിങ് കമ്പനിയിൽ തൻ്റെ കഴിവ് തെളിയിച്ച് സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് അവൾ AJ ഫാഷൻ ഡിസൈനിങ് കമ്പനിയിൽ അസിസ്റ്റൻറ്റ് ഡിസൈനർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നത്. കൂടെ അക്ഷരയുണ്ട്. നിഹ എവിടെയുണ്ടോ അവിടെ അക്ഷരയും ഉണ്ടാവും. അവൾക്ക് ഡിസൈനിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല. നിഹയ്ക്ക് വേണ്ടിയാണ് അവൾ ഡിസൈനിങ് പഠിച്ചതും AJയിൽ ജോലിക്ക് അപേക്ഷിക്കുന്നതും. AJ ഗ്രൂപ്പ് ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഫാഷൻ ഡിസൈനിങ് കമ്പനിയാണ്. AJയിൽ ജോലി കിട്ടുക എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. ഇതിനിടയിൽ നാട്ടിലെത്തിയ നിഹയെ ഒരു അനോണിമസ് കോൾ തേടിയെത്തി. ഹലോ ഹലോ മിസ് നിഹാരിക ദാസ്, എന്നെ മനസ്സിലായോ? അതും പറഞ്ഞ ഒരു പൊട്ടിച്ചിരിയായിരുന്നു. താൻ ഏതാണോ? നിഹ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ ആരാണെന്നേ നിനക്ക് വഴിയെ മനസ്സിലാവും. ഞാൻ നിന്റെ പിന്നാലെ തന്നെയുണ്ട്. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ മിസ് നിഹാരിക ദാസ്. അത്രയും പറഞ്ഞ് വീണ്ടും അതേ ചിരി. നിഹ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ ആ കോൾ കട്ടാവുകയായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം നിഹ തൻ്റെ ചേട്ടൻ്റെ മകനായ യാഗിൻ്റെ കൂടെ കടയിലേക്ക് പോയതായിരുന്നു. സാധനങ്ങളും വാങ്ങിച്ച് സിപ്പപ്പും കുടിച്ച് കൊച്ചു വർത്താനൊക്കെയും പറഞ്ഞ് തിരികെ വരുവാണ് അപ്പച്ചിയും മോനും. എന്നാലും അപ്പേ ആരായിരിക്കും ആ കൊലച്ചിരിയൻ? ഏത് കൊലച്ചിരിയൻ? അപ്പയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയില്ലേ അവൻ. ഓ ലവൻ. എടാ അത് വല്ല ഭ്രാന്തന്മാരോ നമ്പരുമാറി വിളിച്ചതായിരിക്കും. നോ 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 യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ. ആ ഡയലോഗ് കേട്ടിട്ടേ നമ്പർ മാറിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സെൻസ് വെച്ച് ഞാൻ ഇരുത്തി ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് ചിലത് മനസ്സിലായി. യാഗിൻ്റെ പറച്ചിൽ കേട്ട് നിഹ നടത്തം നിർത്തി അവനൊന്ന് നോക്കി. എന്ത് മനസ്സിലായെന്ന്? അതായത് അപ്പേ ആ കോളിന് പിന്നിൽ മറ്റാരും അല്ല. അന്ന് അപ്പ ബാംഗ്ലൂരിൽ വെച്ചേ ഒരു കൊലയ്ക്ക് സാക്ഷിയായില്ലേ, അവിടെ കണ്ട ചെകുത്താനില്ലേ, അവനായിരിക്കും അപ്പയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. ദേ കണ്ണ ഒരൊറ്റ വീക്ക് വെച്ച് തരൂട്ടോ. ദേ നീ സിപ്പപ്പ് കുടിച്ചാൽ മതി കേട്ടോ, കവരെണ്ണാ നിൽക്കല്ലേ. മനുഷ്യനെ പേടിപ്പിക്കാനായി ഓരോന്ന് പറഞ്ഞോളൂ. നീ അച്ഛൻ്റെ മോൻ എന്നെ. നിഹ അവനെ നോക്കി കണ്ണുരുട്ടി. പിന്നല്ലാതെ എനിക്ക് വലുതാകുമ്പോൾ അച്ഛനെ പോലെ ഒരു പോലീസ് ഓഫീസർ ആവണം. വെറും പോലീസ് ഓഫീസറല്ല, ഒരു IPS ഓഫീസർ. ഇൻസ്പെക്ടർ യാഗ് IPS. കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഗുമാലൻ. ഷോ ഒന്ന് പെട്ടെന്ന് വലുതായാൽ മതിയായിരുന്നു. അവൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനും IPSഉം. നിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സെൻസേ പടർന്ന് പന്തലിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഒരു വീട്ടിൽ ഒരു പോലീസുകാരൻ മതി. നീയേ എന്നെപ്പോലൊരു ഫാഷൻ ഡിസൈനർ ആവണം. എന്നാൽ ഒരു വീട്ടിൽ ഒരു ഡിസൈനർ മതി. യാഗ് തിരിച്ചടിച്ചു. അതെങ്ങനെ ശരിയാവും? ഞാൻ വൈകാതെ കെട്ടിപ്പോവും. അപ്പം ഞാൻ എങ്ങനെ നിങ്ങളുടെ വീട്ടിലാവും? അതൊന്നുമില്ല, എവിടെ പോയാലും അപ്പം നമ്മുടെ വീട്ടിലല്ലാണ്ട് ആവില്ലല്ലോ. ആ അങ്ങനെ മതി. നമ്മുടെ വീട്ടിലെ ഡിസൈനർ അപ്പം തന്നെ. യാഗ് പറയുന്നത് കേട്ടതും നിഹയുടെ മനസ്സ് നിറഞ്ഞു. അതെ, ചുമ്മാ വലുതായാലേ പോലീസൊന്നും ആവില്ല. അതിന് നന്നായി പഠിക്കണം. ഞാൻ നന്നായി പഠിക്കണുണ്ടല്ലോ. ഇപ്പോൾ അപ്പ വന്ന ശേഷമാണ് ഞാൻ ഇത്തിരി ഉഴപ്പാൻ തുടങ്ങിയത്. ഇനി അതുകൂടി എൻ്റെ മണ്ടയിലിട്ടോ. ഇല്ലേ തന്നെ നിന്റെ അച്ഛനെ എന്നെപ്പറ്റി നല്ല മതിപ്പാ. നടക്ക്. അവളവൻ്റെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു. അങ്ങനെ ഇരുവരും മുന്നോട്ട് നടക്കുന്നതിനിടയിലാണ് മുന്നിലെ വലിയ ബംഗ്ലാവും അവിടുത്തെ കാഴ്ച നിൽക്കുന്ന മാവും അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്.
അന്നേരം അവളുടെ കണ്ണുകൾ തിളങ്ങി. ഡാ, എത്ര കാലായി വല്ലവരുടെയും മാവിന് കല്ലെറിഞ്ഞിട്ട്. വാ, നമുക്ക് അകത്ത് പോയി മാങ്ങ പറിച്ചിട്ട് വരാം. ഇവിടെ പുറത്തുനിന്നും പറിച്ചാൽ ആരെങ്കിലും കാണും. അകത്താകുമ്പോൾ ആരും കാണില്ല. അതുമല്ല, അവിടെ ആരും ഇല്ലല്ലോ. അയ്യോ, മാങ്ങ മോഷ്ടിക്കാനോ? ഞാനില്ല. അതെൻ്റെ പോലീസ് എത്തിക്സിന് ചേർന്ന പണിയല്ല. അതുമല്ല, ആരെങ്കിലും പിടിച്ചാൽ വലുതായി ഞാൻ പോലീസായി ഈ നാട്ടിൽ കാലെത്തുമ്പോൾ നാട്ടുകാർ പറയില്ലേ അതാ മാങ്ങാക്കള്ളനല്ലേന്ന്. ഓ, എനിക്ക് ആലോചിക്കാനേ വയ്യ. സോ പ്ലീസ് അപ്പേ, എന്നെ നിർബന്ധിക്കരുത്. അപ്പ വേണേ ഒറ്റയ്ക്ക് പോയി മോഷ്ടിച്ചോ. യാഗിൻ്റെ ആ പറച്ചിൽ കേട്ട് നിഹയുടെ കിളി പോയി. എടാ, ചോദിച്ചിട്ട് പറിക്കാന്ന് വെച്ചാൽ ആ വീട്ടിൽ ആരും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ അത് മോഷണമാവും? ഇനിയിപ്പോൾ ഭാവി IPS കാരന് അത്രയ്ക്ക് നിർബന്ധമാണേ നമുക്ക് മാവിനോട് ചോദിച്ചിട്ട് പറിക്കാന്നേ. ഞാനില്ല അപ്പേ. അപ്പ ചെല്ല്. ആരേലും വന്നാൽ സിഗ്നൽ തരാന്നേ. ശരി. പിന്നെ ഞാൻ പിടിക്കപ്പെട്ടാലും ഒരു നാൾ നീ പോലീസായി നാട്ടിൽ കാലെത്തുമ്പോൾ നാട്ടുകാർ പറയും അതാ മാങ്ങാക്കള്ളിയുടെ ചേട്ടൻ്റെ മോനല്ലേന്ന്. അപ്പോഴോ? അത്രയും പറഞ്ഞ് നിഹ അവിടെ നിന്നും കുറച്ച് കല്ലും പെറുക്കിയെടുത്തു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന കവറിലെ സാധനം കാലിയാക്കി യാഗിൻ്റെ കയ്യിലെ കവറിലിട്ട് കവർ അവനെ ഏൽപ്പിച്ചു. ശേഷം തൻ്റെ കയ്യിലെ കവറിൽ കല്ല് നിറച്ച് സിപ്പപ്പ് ചപ്പിക്കൊണ്ട് മതിൽ ചാടി അകത്തേക്ക് പോകുന്ന തൻ്റെ അപ്പയെ യാഗ് വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി. ആഹാ, അന്തസ്. ഒരു പ്രൊഫഷണൽ മാങ്ങാക്കള്ളി തന്നെ, നോ ഡൗട്ട്. യാഗ് അറിയാതെ പറഞ്ഞു പോയി. പിന്നെ അവൻ പലതരം ചിന്തയിലായിരുന്നു. മാങ്ങാക്കളിയുടെ ചേട്ടൻ്റെ മകൻ, അങ്ങനെ പറയോ? ഇനിയിപ്പോൾ പറഞ്ഞാലും മാങ്ങാക്കള്ളൻ്റെ അത്രയും വരില്ല എന്നും മനസ്സിൽ പറഞ്ഞ് കയ്യിലെ സാധനവും പിടിച്ച് തൊട്ടരികിലെ സിമൻറ്റ് ബെഞ്ചിലിരുന്ന് സിപ്പപ്പ് കുടിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഗേറ്റിന് മുന്നിൽ ഒരു ആഡംബര കാർ നിർത്തുന്നതും റിമോട്ട് ഉപയോഗിച്ച് ഗേറ്റ് തുറന്ന് കാർ അകത്തേക്ക് കിടക്കുന്നതും. ഒരു നിമിഷം യാഗ് എന്ത് ചെയ്യണം എന്നറിയാതെ തലയ്ക്ക് കൈവച്ചു പോയി. പിന്നെ തൻ്റെ അപ്പയുടെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇതേ സമയം നിഹ മാവിലേക്ക് കാര്യമായി കല്ലെറിയുകയാണ്. പക്ഷേ ഒരെണ്ണം പോലും മാങ്ങയ്ക്ക് കൊണ്ടില്ല. കല്ലൊക്കെ തീർന്നു പോയല്ലോ. കുറേ കാലമായില്ലേ ഈ പണി നിർത്തിയിട്ട്. ആ ഒരു ടച്ച് കിട്ടുപോയി. നിഹ മാവിൻ്റെ മണ്ടയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ വീട്ടിൽ ഭൂതവും പ്രേതവും ഉണ്ടെന്നല്ല പറയാറ്. മാവിനെ നോക്കി വെള്ളി നക്ഷത്രത്തിലെ കുട്ടിപ്രേതത്തിൻ്റെ ഡയലോഗ് അങ്ങ് വെച്ച് കാച്ചിയാലോ. ചിലപ്പോൾ പ്രേതം അങ്ങ് ഇമോഷണലായി എന്നോട് സ്നേഹം തോന്നി എനിക്ക് മാങ്ങ പറിച്ചു തന്നാലോ. ഒന്ന് ടെസ്റ്റ് ചെയ്താലോ. നിഹ ഓരോന്ന് പറഞ്ഞുകൊണ്ട് മാവിന് നേരെ കൈ നീട്ടി. മാവേ, എനിക്ക് ഒരു പഴുത്ത മാങ്ങ തരുമോ? പഴുത്തില്ലേ, പച്ചയായാലും മതി. ഒന്നല്ല കേട്ടോ, 10 പോന്നോട്ടെ. അല്ലെങ്കിൽ വേണ്ട. പ്രേതം എന്ത് കരുതും? അത്യാഗ്രഹിയാണെന്ന് കരുതിയാലോ? അയ്യോ വേണ്ട, 2 മതി കേട്ടോ. മാങ്ങ തിന്നാനുള്ള കൊതി കൊണ്ട. പ്ലീസ് മാവേ, ഒന്ന് പെട്ടെന്ന് തരണേ. അവിടെ ഏട്ടത്തിയെ കറി വെക്കാൻ വേണ്ടി സവാളക്ക് കാത്തിരിക്കുക. ഇതും പറഞ്ഞ് നിഹ കുറച്ചു നേരം കൂടി കൈ നീട്ടി നിന്നു എന്നല്ലാതെ മാങ്ങയും കിട്ടിയില്ല, ഒരു പിണ്ണാക്കും കിട്ടിയില്ല. ഓരോരുത്തന്മാർ ഓരോ ഗോസിപ്പ് ഇറക്കിക്കോളും, മനുഷ്യൻ്റെ സമയം കളയാൻ എന്നും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ നേരാണ് മുറ്റത്ത് നല്ല വലിപ്പമുള്ള മെറ്റൽ സ്റ്റോണ് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. അതും എടുത്ത് എൻ്റെ മോഷണ പരമ്പര ദൈവങ്ങളെ എന്ന് പറഞ്ഞ് ഒറ്റക്കണ്ണിറക്കി നല്ല ഒന്നാന്തരം സ്റ്റൈലിൽ മാവിലേക്ക് എറിഞ്ഞതും കല്ല് നേരെ കൊണ്ടത് വീടിൻ്റെ വിൻഡോ ഗ്ലാസ്സിലേക്കും. അയ്യോ പൊട്ടി എന്നും പറഞ്ഞ് ഓടാൻ നേരാണ് ആരാടിയത്, നിൽക്കവിടെ എന്നും പറഞ്ഞ് ഒരു വയസ്സായ സ്ത്രീ അവളെ ഓടിക്കുന്നത്. അയ്യോ ആ ത്രേസി തള്ളയല്ലത് എന്നും പറഞ്ഞ് അവരെയും തിരിഞ്ഞു നോക്കി ഓടാൻ നേരാണ് നേരത്തെ അകത്തേക്ക് വന്ന കാറിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നതും നിഹ അയാളെ ഇടിച്ച് വീഴ്ത്തുന്നതും. രണ്ടുപേരും 2 വശത്തേക്ക് വീണു. നിഹ തൻ്റെ ദേഹത്ത് പറ്റിയ പൊടിയൊക്കെയും തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റതും ദേ മുന്നിൽ നിൽക്കുന്നു തന്നെ ചുട്ടരിക്കാൻ ഭാഗത്ത് 6 അടിയോളം പൊക്കം വരുന്ന ഒരു മനുഷ്യൻ. ആ തീക്ഷ്ണമായ നോട്ടത്തിൽ അവളങ്ങ് ഭസ്മമായിപ്പോയോ എന്ന് വരെ തോന്നിപ്പോയി. യു ഇഡിയറ്റ്, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ദിസ് ഈസ് മൈ ഹോം. എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതും പോരാ, എൻ്റെ വീടിൻ്റെ ജനാലയും പൊട്ടിച്ചു എന്നെ ഇടിച്ചു വീഴ്ത്തി. ബ്ലഡി ബീച്ച്, നീ എന്തിനാണ് ഇതിനകത്ത് കയറിയത്? പിന്നെ അങ്ങോട്ട് ഇംഗ്ലീഷിൽ കണ്ണ് പൊട്ടുന്ന തെറിയായിരുന്നു. ഇതൊക്കെ കേട്ട് നിന്ന നിഹയുടെ സമനില തെറ്റി അവളും കണക്കിന് പറഞ്ഞു. ഡോ, താൻ ആരാന്നാ തൻ്റെ വിചാരം? ഞാനേ തൻ്റെ വീട്ടിൽ ബോംബിടാൻ വന്നതാ. എന്തേ? ഒന്ന് പോടാ മസ്ലെണ്ണ. യു ബ്ലഡി. അവൻ പിന്നെയും വായിൽ വന്നതങ്ങ് പറഞ്ഞു. പിന്നെ അവളൊന്നും നോക്കിയില്ല. മുന്നിൽ കണ്ട കല്ലെടുത്ത് അയാളുടെ കാറിൻ്റെ ചില്ല് നോക്കി എറിഞ്ഞു. കാറിൻ്റെ ഗ്ലാസ് ചിന്നിച്ചിതറി. അന്നേരം അയാൾ മുഷ്ടി ചുരുട്ടി പിടിച്ചു ആഞ്ഞൊരു ശ്വാസം വലിച്ചു. കണ്ണടച്ചു നിന്ന് ദേഷ്യം നിയന്ത്രിച്ചു. അന്നേരത്തെ ദേഷ്യത്തിന് അവൾ അറിയാതെ എറിഞ്ഞതാണ്. പക്ഷെ കൊള്ളൂന്ന് കരുതിയില്ല. തനിക്ക് ഇത്രയും ഉന്നുണ്ടെന്ന് അവൾ പോലും അറിഞ്ഞില്ല.
പിന്നെ തൻ്റെ ചേട്ടൻ പോലീസാണല്ലോ, കേസായ തൻ്റെ ചേട്ടൻ ഒതുക്കിക്കോളും എന്നൊരു ഓവർ കോൺഫിഡൻസ് എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഒരാവേശത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. അയാൾ കണ്ണ് തുറക്കാൻ കാത്തുനിന്നില്ല, ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അവൻ കണ്ണു തുറക്കുമ്പോൾ അവളുടെ പൊടി പോലുമില്ല. അവൻ തൻ്റെ കാറിൻ്റെ പൊട്ടിയ ഗ്ലാസ്സിലേക്ക് നോക്കി, ശേഷം ബോണറ്റിലേക്ക് കൈകൊണ്ട് ആഞ്ഞടിച്ചു. ആരാ പെണ്ണ്? മുന്നിൽ നിൽക്കുന്ന ത്രേസ്യാമ്മയോട് അവൻ ചോദിച്ചു. അതിവിടെ അടുത്തുള്ള കൊച്ചാ, അതിൻ്റെ ചേട്ടൻ പോലീസാ, അതിൻ്റെ ഹുങ്കാ കാണിച്ചത്. തൻ്റെ നെറ്റിത്തട ഒഴിഞ്ഞു ഒന്ന് അമർത്തി മൂലി അവൻ അകത്തേക്ക് നടന്നു. ഇതേ സമയം നിഹ യാഗിൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഓടി ഓട്ടം അവസാനിച്ചത് അക്ഷരയുടെ വീട്ടിലും. അവളുടെ വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ കാണുന്നത് വീടിൻ്റെ വരാന്തയിൽ തളർന്നിരിക്കുന്ന അച്ചുവിനെയാണ്. എടി എന്തുവാടി, എന്തേ വയ്യേ? നിഹ അച്ചുവിൻ്റെ അരികിലേക്ക് ഓടി വന്ന് ചോദിച്ചു. അച്ചുവിൻ്റെ കയ്യിൽ ഫോണുണ്ട്. അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായാലും വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. എടാ കണ്ണാ, നമ്മുടെ അച്ചുവിൻ്റെ സംസാരശേഷി പോയടാ. ഇത് അതല്ല അപ്പേ, അച്ചു ചേച്ചിക്ക് ലോട്ടറി അടിച്ചെന്നാ തോന്നുന്നത്. യാഗ് പറയുന്നത് കേട്ടതും അച്ചു അതല്ല എന്ന പോലെ കാണിക്കുന്നുണ്ട്. എടാ ലോട്ടറി അടിച്ചില്ലെന്ന്, ഇത് അതല്ല, കാണാൻ പാടില്ലാത്ത എന്തോ ഇവള് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഷോക്കാണ്. നിഹ എന്തോ വലിയ സംഭവം പോലെ പറഞ്ഞു. ഇതൊന്നുമല്ല, എൻ്റെ പോലീസ് ബുദ്ധിയിൽ ചിലത് തെളിയുന്നുണ്ട് എന്നും പറഞ്ഞ് അച്ചുവിൻ്റെ പുറം നോക്കി നല്ല ഒന്നാന്തര അടിവെച്ച് കൊടുത്തപ്പോൾ ദേ സിച്ചുട്ട പോലെ അവൾ സംസാരിക്കുന്നു. എടി നിഹ, കിട്ടി കിട്ടി കിട്ടി, നമുക്ക് ജോലി കിട്ടി. AJ ഡിസൈനിൽ നിന്നുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററെ പോസ്റ്റ്മാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തുന്ന്. അച്ഛൻ ഇപ്പോൾ വെളിച്ച് വെച്ചതേ ഉള്ളൂ. ഇത് കേട്ടതും നിഹയും ഞെട്ടി. ഹേയ് എൻ്റെ അച്ചു, അത് ചുമ്മാ ആരെങ്കിലും പറ്റിക്കുന്നതാവും. അങ്ങനെ തന്നെ ഞാനും കരുതിയേ. ഞാൻ അപ്പം തന്നെ രേഷ്മ വിളിച്ചു. ഏട്ടത്തിയാ പറഞ്ഞ നിനക്കും അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നുവെന്ന്. അപ്പോൾ തൊട്ട് എൻ്റെ സംസാരശേഷി പോയതാ. ഇത് കേട്ട നിഹ അപ്പോൾ തന്നെ തൻ്റെ ഏട്ടത്തിയെ വിളിച്ച് കാര്യം തിരക്കി. സംഭവം സത്യമാണെന്ന് അറിഞ്ഞതും നിഹയും ഒരുപാട് ഹാപ്പിയായി. എടി, ഈ സന്തോഷം നമുക്ക് ആഘോഷിക്കണ്ടേ? എടാ കണ്ണ, ഇന്ന് ഉച്ചക്കത്തെ ഊണേ ഇവിടെ നിന്ന് ആയിക്കോട്ടെ അല്ലേ? എന്താടി കഴിക്കാനല്ലേ? നല്ല ക്ഷീണം, നിഹ ചോദിച്ചു. തറവാട്ടി പറഞ്ഞ കഞ്ഞിയുണ്ട്, അക്ഷര പറഞ്ഞു. അതെന്താടി തറവാട്ടി പറഞ്ഞ കഞ്ഞി? വല്യമ്മയുടെ സ്പെഷ്യൽ ആയിരിക്കുമല്ലേ? ഓ പിന്നെ, നിന്റെ വല്യമ്മ ഒന്നും ഉണ്ടാക്കാതെയാ ഹോസ്പിറ്റലിൽ പോയേ. ഇത് ഞാൻ ഉണ്ടാക്കിയ കഞ്ഞിയാ. കഞ്ഞിയും ചമ്മന്തിയും മോരും അച്ചാറും പപ്പടവും ഉണ്ട്, വാ കഴിക്കാം. കഞ്ഞിയെങ്കിൽ കഞ്ഞി എന്ന് പറഞ്ഞ് നിഹയും യാഗും അകത്തേക്ക് നടന്നു. അതിനിടയിൽ നേരത്തെ നടന്ന സംഭവമൊക്കെയും നിഹ അച്ചുവിനോട് കൂടി പറഞ്ഞു. എടാ, നീയല്ലേ പറഞ്ഞ് ആ ബ്ലംഗ്ലാവിൽ പ്രേതമുണ്ടെന്ന്? എന്നിട്ടാണോ ആ ഉണ്ണി മുകുന്ദൻ അവിടെ താമസിക്കാൻ വന്നേ? നിഹയുടെ പറച്ചിൽ കേട്ട് അച്ചു അവളെ നോക്കിപ്പോയി. അതിനിടയിൽ നീ പേരും നാളൊക്കെയും ചോദിച്ചോ? അച്ചു ചിരിയോടെ ചോദിച്ചു. ഒന്ന് പോടി, അയാൾ എൻ്റെ ജീവനോടെ വെച്ചത് തന്നെ എൻ്റെ ഭാഗ്യം. അയാളെ കണ്ടാലേ നമ്മുടെ സിനിമാ നടൻ ഉണ്ണി മുകുന്ദനെ പോലെ ഇരിക്കും. ആ ഡിംപിള് പോലും അത് തന്നെ. അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. ഓ, അതിനിടയിൽ നീ വായും നോക്കിയാ? വീണ്ടും അച്ചു ചോദിച്ചു. അത് പിന്നെ അതുപോലൊരു സുന്ദരനെ കണ്ട ആരായാലും നോക്കിപ്പോയില്ലേ? പക്ഷെ വാ തുറന്ന താനി കൂതറയാ. ഇനിയിപ്പോൾ അവിടെ പ്രേതം ഉണ്ടെങ്കിൽ തന്നെ പ്രേതവും ഡ്രാക്കുളയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ. ആഹാ, അടിപൊളി. നിഹ ഓരോന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഫുഡ് കഴിച്ച് നിഹയാകും വീട്ടിലേക്ക് മടങ്ങി. കുഞ്ഞോളെ കുഞ്ഞോളെ, കണ്ണാ കണ്ണാ. രാത്രിയിൽ നിഹ തൻ്റെ ബാംഗ്ലൂരിലെ ഫ്രണ്ട്സുമായി ചാറ്റിങ്ങിലായിരുന്നു. തൊട്ടരികിൽ യാഗ് പഠിക്കുന്നുണ്ട്. അതിനിടയിലാണ് തൻ്റെ ഏട്ടൻ്റെ ശബ്ദം കേൾക്കുന്നത്. അനിയേട്ടൻ വന്നു എന്നും പറഞ്ഞവൾ ഫോൺ അവിടെ വെച്ച് ഒരൊറ്റ ഓട്ടമായിരുന്നു. ഹാളിലെത്തിയ നിഹ തൻ്റെ ഏട്ടൻ്റെ കയ്യിലെ കവർ പിടിച്ചു വാങ്ങി അതിലുണ്ടായിരുന്ന ബർഗർ എടുത്ത് അപ്പം തന്നെ വീതിച്ചു. ഒരെണ്ണം അവളെടുത്തു, ഒന്ന് യാഗിന് കൊടുത്തു, ഒന്ന് ഏട്ടത്തിക്ക് കൊടുത്തു. അന്നേരം ഏട്ടത്തി പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അടുക്കളയിൽ കൊണ്ടുവെക്കുന്നത് കണ്ടതും നിഹ അർത്ഥം വെച്ച് ചുമക്കാൻ തുടങ്ങി. ശേഷം തൻ്റെ ഏട്ടനെ നോക്കി. നീ എന്താടി കുഞ്ഞോളെ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹം കണ്ടിട്ട് നോക്കിപ്പോയതാ. എൻ്റെ ഏട്ടനാണ് ഈ ലോകത്തിലെ ഭാഗ്യവാനായി കെട്ടിയവൻ. കാരണം അതുപോലൊരു ഭാര്യയെ കിട്ടിയില്ലേ. ഏട്ടൻ കഴിക്കാതെ ഏട്ടത്തി ഒന്നും കഴിക്കില്ല. ഞാനൊന്നും അങ്ങനെ ആയിരിക്കില്ല. ആ തണ്ടി പട്ടിണി കിടന്നാലും വേണ്ടില്ല, എനിക്കെൻ്റെ വയറിലേക്ക് വല്ലതും ചെല്ലണം. നിഹ ബർഗർ കഴിക്കുന്നതിനിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഏത് തണ്ടി? അനി പ്രത്യേക ഗീണത്തിൽ ചോദിച്ചു. ഞാനേ എന്നെ കെട്ടാൻ പോകുന്ന ആളെ ഉപമിച്ചതാ. ഓ, വല്ലാത്ത ഉപമ തന്നെ. നിന്നെപ്പറ്റി ഇന്നും കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പോയാ ഈ നാട്ടിൽ നിന്നൊന്നും നിനക്ക് നല്ലൊരു ആലോചന വരുമെന്നേ എനിക്ക് തോന്നുന്നില്ല. വേണ്ട, നമുക്ക് ഈ നാട് വിട്ടുപിടിക്കാം. അല്ലേലും ഈ നാട്ടിൽ മാത്രമല്ലല്ലോ ചെക്കന്മാരുള്ളൂ. അല്ല വേണ്ട, ഞാനേ പ്രേമിച്ച് കെട്ടിക്കോളാം.
നീ പ്രേമിക്കാനേ അങ്ങ് ചെല്ല്, നിന്റെ മുട്ടുകാൽ തല്ലിയൊടിക്കും ഞാൻ. അതും പറഞ്ഞ അയാൾ അവളുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചു അടുക്കളയിലോട്ട് നടന്നു. അന്നേരം ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് യാഗ അടുക്കളയിലോട്ട് നടക്കാനൊരുങ്ങിയതും ഒരു നിമിഷം എന്തോ ചിന്തിച്ച നിഹ, വേണ്ട വേണ്ട, നീ ഇപ്പോൾ വെള്ളം കുടിക്കണ്ട എന്നും പറഞ്ഞ് അവനെ പിടിച്ചു നിർത്തി. ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം അപ്പേ. നീ ഇപ്പം വെള്ളം കുടിച്ചാൽ ശരിയാവില്ല, നിഹ അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. അതെന്താ? അതെങ്ങനെയാ, ഈ ചെറുക്കൻ്റെ ഒരു കാര്യം, നമുക്കേ കുറച്ച് കഴിഞ്ഞ് വെള്ളം കുടിക്കാം. ഷടാ, ഈ വീട്ടിൽ എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? യാഗ പ്രത്യേക ഇനത്തിൽ ചോദിച്ചു പോയി. ഇല്ല, നിനക്കേ സ്വാതന്ത്ര്യം കിട്ടാനേ കുറച്ച് സമയം പിടിക്കും. നീങ്ങ് വന്നേടാ കണ്ണാ, നിന്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നും പറഞ്ഞ് നിഹ അവനെ കൂട്ടിക്കൊണ്ടു പോയി. അന്ന് രാത്രി വീണ്ടും ആ ഒരു കോൾ നിഹയെ തേടിയെത്തി. ഹലോ ഹലോ നിഹാരിക. അല്ല നിഹ, ഹൗ ആർ യു ബേബി? ആ ശബ്ദം നിഹ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. നിങ്ങൾ ആരാ? എന്നെ അറിയില്ല? ചെകുത്താനാണ് ഞാൻ. ആ പേര് കേട്ടതും നിഹ ഒന്ന് ഞെട്ടി. നിഹക്കുട്ടി പേടിച്ചു പോയോ? നിഹയല്ലേ പറഞ്ഞത് ഞാൻ ചെകുത്താനാണെന്ന്? പിന്നെന്താ പറഞ്ഞത്? റാസ്കൽ. ഈ ചെകുത്താൻ നിഹയെ കാണാനായി ഉടനെ വരുന്നുണ്ട്. വി വിൽ മീറ്റ് സൂൺ. അടുത്ത നിമിഷം കോൾ കട്ടാവുകയായിരുന്നു. നിഹയുടെ മുഖത്ത് ആകമാനം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. യാഗ പറഞ്ഞത് ശരിവെക്കും വിധത്തിലായിരുന്നു അയാളുടെ സംസാരം എന്ന് അവൾക്ക് തോന്നി. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉടലെടുത്തു. ചേട്ടനോട് ഇത് തുറന്ന് പറഞ്ഞാലോ എന്നൊരു തോന്നൽ വരെ അവളിലുണ്ടായി. പിന്നെ തോന്നി വേണ്ടെന്ന്. ചിന്തകൾക്കൊടുവിൽ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നിഹ ഗാഢമായ നിദ്രയിലേക്ക് ആഴ്ന്നു. അയാൾ തനിക്ക് നേരെ അടുത്ത് വരുംതോറും അയാളുടെ ഷൂസിട്ട കാലൊച്ചകൾ അവളുടെ കാതിൽ പതിഞ്ഞു. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉടലെടുത്തു. ഇരുട്ടിൽ അയാളുടെ മുഖം വ്യക്തമല്ലായിരുന്നു. പൊടുന്നൻ അയാൾ അവളുമായി ബെഡിലേക്ക് മറിഞ്ഞു. അവളുടെ എതിർപ്പുകൾ അയാൾ വകവെച്ചില്ല. അവളിട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ബട്ടൺസ് ഇരുകൈയാലെ വലിച്ചു പൊട്ടിച്ചു. ഷർട്ട് രണ്ട് സൈഡിലായി അകത്തി വെച്ച് അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. നിഹ നിലവിളിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു.